ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ യോഗ 2ാം ദിവസത്തിലേക്ക് കടക്കാണ്. യോഗ പരിശീലനം നമുക്ക് ആരംഭിക്കാം. നേരെ സുഖാസനയിലിരുന്ന് നടു നിവർത്തി മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിക്കാം. കൈകൾ ചിന്മുദ്ര, കണ്ണുകൾ അടച്ച് ശ്വാസഗതിയെ നിരീക്ഷിക്കാം. തണുത്ത വായു ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഇളം ചൂടോടുകൂടി നിശ്വാസവായു പുറത്തു പോകുന്നതും നിരീക്ഷിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. വളരെ സാവകാശം നിശ്വാസവായുവിനെ പുറത്തുവിടാം. ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസം എടുക്കൂ. വളരെ സാവകാശം നിശ്വാസവായുവിനെ പുറത്തുവിടാം. നോർമൽ ബ്രീത്തിങ്, സാധാരണത്തെ പോലെ ശ്വസിക്കാം. Silent prayer. കൈകൾ രണ്ടും നന്നായി തടവി ചൂടാക്കാം. ആ ചൂട് മുഖത്ത് നന്നായിട്ട് പകരാം. Again, rub your hands and massage your face. ചെവികളൊക്കെ നന്നായി തടവി കൊടുക്കാം. ചെവികളൊക്കെ വലിച്ചു കൊടുക്കാം. കഴുത്തിന് പുറവശം താഴോട്ട് നന്നായി തടവാം. കഴുത്തിന് മുൻവശം താഴോട്ട് തടവാം. ശരീരാസ്ഥകളൊന്ന് തടവാം. വളരെ സാവധാനം കണ്ണുകൾ തുറക്കാം. ഓക്കെ, പതുക്കെ കാലുകളൊക്കെ നിർത്തിവെക്കാം.
ഓക്കെ, സ്ട്രെച്ചിങ് ചെയ്യാം. കൈകൾ കോർത്ത് നന്നായിട്ട് മേലോട്ട് വലിയട്ടെ. പതുക്കെ കൈ പിടിച്ചുകൊണ്ട് ഇടതുവശത്തേക്ക് നന്നായിട്ട് വലിച്ചു കൊടുക്കാം. ദെൻ അടുത്ത വശം കൈ കോർത്ത് നേരെ പുറകോട്ട്. നേരെ ഫ്രണ്ടിലോട്ട് നന്നായിട്ട് വലിയട്ടെ. ഓക്കെ, കൈ വിരലുകൾ പതുക്കെ വലിച്ചു കൊടുക്കാം. കൈപ്പടം താഴോട്ട്. ദെൻ ചേഞ്ച്, അടുത്ത കൈ. പതുക്കെ ഷോൾഡർ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ദെൻ ചേഞ്ച്. ഓക്കെ, നേരെ കൈ നിവർത്തി വയ്ക്കാം. കൈ വിരലുകൾ മടക്കി നിവർത്താം. എല്ലാ ജോയിൻസും നന്നായിട്ട് മടങ്ങി നിവരട്ടെ. Then twist rotate. Then reverse. കൈ മലർത്തി വെച്ച് elbow up and down. കൈ ഷോൾഡറിൽ വെക്കുന്നു. ഷോൾഡർ റൊട്ടേഷൻ. Then reverse. ഓക്കെ, കൈ നേരെ അകറ്റി വയ്ക്കുന്നു. റൊട്ടേറ്റ് ചെയ്യാം. Then reverse. ഓക്കെ, കൈ നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. നന്നായിട്ട് വികസിപ്പിക്കാം. എയർ എടുത്തുകൊണ്ട് വികസിപ്പിക്കുന്നു. 1 2 3 4 5 6 7 8 9 10. And down, up and down. 1 2 3 4 5 6 7 8 9 10. Release and relax. നന്നായിട്ട് ശ്രമിക്കാം. നന്നായിട്ട് ശ്വാസം ഉള്ളിൽ എടുക്കാം. വളരെ സാവധാനം ശ്വാസവായുവിനെ പുറത്തുവിടാം. വളരെ സാവധാനം കാലുകൾ നിവർത്തിയിരിക്കാം. സുഖമായിട്ടൊന്ന് വിശ്രമിക്കാം. കാലുകൾ ചേർത്ത് വെക്കാം. ദെൻ കൈകൾ പതുക്കെ പൊക്കി സാവധാനം കാലുകളിൽ പിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, റിലീസ്. നമ്മുടെ കാലിന്റെ ടോപ്പ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യട്ടെ. 1 2 3 4 5 6 7 8 9 10. Reverse. 1 2 3 4 5 6 7 8 9 10. കാലുകൾ അകറ്റി വെക്കാം. കാലുകൾ ഉള്ളിൽ ടച്ച് ചെയ്യിക്കാം. 1 2
3, 4, 5, 6, 7, 8, 9, 10. then കാലുകൾ ചേർത്ത് വെക്കാം. ഉപ്പൂറ്റി ഭാഗം തറയിൽ നിന്ന് അല്പം പൊക്കി കാലുകൾ ഫേസിനോട് നന്നായിട്ട് ഫേസിന്റെ ഭാഗത്തേക്ക് നന്നായിട്ട് വലിക്കാം. then opposite side 2, 3, 4, 5, 6, 7, 8, 9, 10. Release. കാലുകൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ആസനാസിലേക്ക് പ്രവേശിക്കാം. സ്ട്രെച്ചിങ്ങും ലൂസണിങ്ങും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സ്ട്രെച്ചിങ് ചെയ്യാതെയും ശേഷം നമ്മളെ ജോയിൻസ് ഒക്കെ ഇളക്കി ലൂസണിങ് എക്സസൈസ് ചെയ്തതിനു ശേഷം യോഗ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നിന്നുകൊണ്ട് ഈ കുറെ എക്സസൈസുകൾ നമ്മൾ നിന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാലിന്റെ എക്സസൈസ് ഒക്കെ നമുക്ക് നിന്ന് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്യാമറയ്ക്ക് മുന്നിലായതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് പറയുന്ന കുറച്ച് എക്സസൈസ് കൂടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെയ്തിട്ടില്ലെങ്കിൽ പ്രയാസമില്ല, ജോയിൻസ് ഒക്കെ കളിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലത്തെ ചെയ്ത ആസന വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഡെയിലി അത് ചെയ്യും. അതിന്റെ കൂടെ കൂടുതലായിട്ട് എണ്ണം ഓരോ ദിവസവും നമ്മൾ കൂടുതലായിട്ടും ചെയ്യും. ആരംഭിക്കാം. സുഖാസനയിലേക്ക് ഇരിക്കാം, അല്ലെങ്കിൽ അർദ്ധപത്മം. ഞാനിപ്പോ ഇരിക്കുന്നത് അർദ്ധപത്മത്തിലാണ്. അർദ്ധപത്മം എന്ന് പറഞ്ഞാൽ വലത്തേക്കാല് അല്ലെങ്കിൽ ഇടത്തേക്കാല് ഏതായാലും നിങ്ങൾ കുഴപ്പമില്ല. രണ്ട് ഭാഗത്തേക്ക് ഇരിക്കുന്നതിന് തെറ്റില്ല. ഏതെങ്കിലും ഒരു കാല് മടക്കി വയ്ക്കുക, നേരെ അടിയിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു കാലെടുത്തിട്ട് നമ്മൾ കാൽ തുടയിലേക്ക്, കാലിന്റെ തുടയുടെ ആരംഭത്തിലേക്ക് ഉപ്പൂറ്റി ഭാഗം കയറ്റി വയ്ക്കുന്നു. കാൽമുട്ടുകൾ തറയിൽ അമർന്നിരിക്കാൻ ശ്രദ്ധിക്കാം. നേരെ നിവർന്നിരുന്ന് കൈ ചിന്മുദ്രയിൽ വയ്ക്കുന്നു. കണ്ണുകൾ അടച്ച് ശ്വാസഗതിയും ശ്രദ്ധിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. വളരെ സാവധാനം നിശ്വാസവായുവിനെ പുറത്തുവിടാം. ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസം എടുക്കൂ. വളരെ സാവധാനം നിശ്വാസവായുവിനെ പുറത്തുവിടാം. നോർമൽ ബ്രീത്തിങ്. ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത പോലെ യോഗമുദ്ര ചെയ്യുന്നു. വലത്തെ കൈ ആദ്യ മുദ്രയിൽ പിടിക്കാം. തള്ളവിരൽ ഉള്ളോട്ട് മടക്കി ബാക്കിയുള്ള വിരലുകളെ കൊണ്ട് ക്രോസ് ചെയ്യുന്നു. നേരെ പുറകില് വലത് കൈയുടെ റിസ്റ്റ് ഇടത് കൈ കൊണ്ട് പിടിക്കുകയാണ് പുറകിൽ വെച്ചിട്ട്. അപ്പൊ സമയം നമ്മൾ ചെസ്റ്റ് അപ്പ് ചെയ്യുന്നു, നേരെ നിവർന്നിരിക്കുന്നു. ബോഡി എപ്പം നേരെ ആവുന്നു ആ സമയത്തെല്ലാം എയർ ഉള്ളിലേക്ക് എടുക്കാം. എപ്പോ നമ്മൾ ശരീരം ബെൻഡ് ആവുന്നു, വളയുന്നു, ആ സമയം നമ്മൾ എയർ പുറത്തേക്ക് പോകുന്നു. അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. ദീർഘമായി ശ്വാസം എടുക്കാം. വളരെ സാവകാശം അപ്പർ ബോഡി ബെൻഡ് ചെയ്ത് നെറ്റി നിലത്ത് ടച്ച് ചെയ്യാം. Slowly inhale up. Exhale down. അവരവരുടെ സമയമെടുത്ത് വളരെ സാവധാനം ചെയ്താൽ മതി. Inhale up. Exhale down. Inhale up. Slowly release. Relax. നന്നായിട്ട് വിശ്രമിക്കാം. ഈ സമയം നമ്മൾ അടിവയറിന്റെ ഭാഗം, നടുവിന്റെ ഭാഗമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനം ശ്വസിച്ച് വിശ്രമാവസ്ഥയിൽ ഇരിക്കുകയാണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് പാർശ്വ യോഗമുദ്ര.
സെയിം പോസ്റ്റർ. വലത് കൈ ആദ്യം മുതൽ പിടിക്കുന്നു, കൈ പുറകിൽ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ റിസ്റ്റ് പിടിക്കുക, നേരെ നിവർന്നിരിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് അപ്പുറം കൂടി നേരെയാവാം. വളരെ സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടുകളിലേക്ക് നെറ്റി ടച്ച് ചെയ്യാണ്. ആദ്യം നമ്മൾ വലത് കാൽമുട്ടിലേക്ക് ബെൻഡ് ചെയ്ത് ടച്ച് ചെയ്യാം. സ്ലോലി എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്. ദെൻ ഇടതുവശത്തേക്ക് എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്. Again, വലത് exhale down. Inhale up. Exhale down. Inhale up. Slowly release and relax. കാലുകൾക്ക് വേദന ഉണ്ടെങ്കിൽ അതൊക്കെ സുഖാസനത്തിൽ ഇരുന്നോണം. വളരെ സാവകാശം ശ്വസിക്കാം. ഓക്കെ, സാവധാനം കാലുകൾ പതുക്കെ നിർത്തി വെക്കാം. കൈകൾ പുറകിൽ കുത്തി നന്നായിട്ടൊന്ന് വിശ്രമിക്കാം. സുഖമായിട്ട് വിശ്രമിക്കാം. കാലുകളൊക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. നമ്മൾ മഹാമുദ്ര. വലത് കാലിൽ മടക്കി ഉപ്പുരി ഭാഗം കാൽക്കുടയുടെ ആരംഭത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഇടത് കാലിൽ നേരെ നിവർന്നിരിക്കട്ടെ. കൈകുത്തി അപ്പർ ബോഡി സ്ട്രേറ്റ് ആവാം. വളരെ സാവകാശം വശങ്ങളിലൂടെ കൈകൾ ശ്വാസം വലിച്ചുകൊണ്ട് സാവധാനം പോകാം. സ്ലോലി ഇൻഹേൽ. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുൻപോട്ട് ബെൻഡ് ചെയ്ത് കാലുവിരലുകൾ പിടിക്കാൻ ശ്രമിക്കാം. നോർമൽ ബ്രീത്തിങ്. Slowly inhale up. Exhale down. Inhale up. Exhale down. Inhale up. Slowly release. കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു. Then change. അടുത്ത വലത് കാല് നേരെ നിവർത്തി വെക്കുന്നു. ഇടത് കാലിൽ വലത് കാലിനോട് ചേർത്ത് ഉപ്പുറ്റി ഭാഗം കാൽത്തുടയുടെ ആരംഭത്തിലേക്ക് ചേർത്ത് വെക്കാം. നേരെ നിവർന്നിരുന്ന് കൈകൾ പതുക്കെ വശങ്ങളിലൂടെ ശ്വാസം വലിച്ചുകൊണ്ട് പോകട്ടെ. സ്ലോലി ഇൻഹേൽ. എക്സേൽ ഡൗൺ. Inhale up. Exhale down. Inhale up. Exhale down. Inhale up. Slowly release. Then relax. നന്നായിട്ട് വിശ്രമിക്കാം. കാലുകളൊക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം. ഓക്കെ, അടുത്ത നമ്മൾ വജ്രാസനയിലേക്ക് പോകുന്നു. കാലുകൾ നേരെ മടക്കി പുറകോട്ട് മടക്കിയിരിക്കാം. നമ്മൾ ചെയ്തതാണ്. വിരലുകളെ കാൽവിരലുകൾ പതുക്കെ ചെയ്യുന്നു, ചേർത്ത് വെക്കുന്നു. ഉപ്പുറ്റി ഭാഗം അകറ്റുന്നു. ബട്ടക്സിനകത്തേക്ക് ഇറക്കി വെക്കുന്നു. നേരെ നിവർന്നിരിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ ചിന്മുദ്രയിൽ വെച്ച് ശ്വാസഗതിയെ നിരീക്ഷിക്കാം. ഓക്കെ,
ഇവിടെ നമ്മൾ ഇന്നൊന്ന് പുതിയതായിട്ട് ചെയ്യുന്നു, ഒരു പ്രാണായാമം നമ്മൾ ചെയ്യുന്നു. പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, നേരെ നടു നിവൃത്തിയിരിക്കാം. പ്രാണായാമം നമുക്ക് യോഗ ചെയ്യുന്നതിനിടയിലോ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പ്രാണായാമം ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് ഡസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ, പൊടിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടേ പ്രാണായാമം ചെയ്യാവും. കൂടുതൽ വായു പ്രകാശങ്ങൾ ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രാണായാമം ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രാണായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് ഡെയിലി നിങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ. ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ നാസിക മുദ്ര. ഒന്ന് ഞാൻ കാണിച്ചു തരാം. നടുവിരല് ചൂണ്ടുവിരലുകളോട് മടക്കി ബാക്കിയുള്ള വിരലുകൾ നിവർത്തി വെക്കുന്നു. അത് നേരെ ഇടത് മൂക്ക് അടക്കിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നാഡീശുദ്ധി പ്രാണായാമമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനുലോമ വിലോമ പ്രാണായാമ എന്ന് തന്നെ പറയാറുണ്ട്. ഇടത്തെ മൂക്ക് നമ്മൾ ചെറുവിരലും മൂത്രവിരലും വെച്ച് അടക്കി പതുക്കെ അടച്ചാൽ മതി. വലത്തേലൂടെ ദീർഘമായ ശ്വാസം എടുക്കുക. എടുത്ത വായുവിനെ അല്പം അവിടെ നിർത്തി വലത്തേത് അടച്ച് ഇടത്തെ തുറന്ന് ഇടത്തേലൂടെ സാവധാനം എയറിനെ പുറത്തു വിടുകയാണ്. അതേപോലെ തന്നെ ഇടത്തേലൂടെ വീണ്ടും എടുക്കുന്നു, ദെൻ വലത്തേലൂടെ എയറിനെ പുറത്തു വിടുന്നു. ആ സൈക്കിൾ ഒരു 7 തവണ അല്ലെങ്കിൽ ഒരു 9 തവണയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ചെയ്ത് നോക്കാം. നമുക്ക് നേരെ നിവർന്നിരുന്ന് ഇടത് മൂക്ക് അടയ്ക്കുന്നു, വലതയിലൂടെ ദീർഘമായി ശ്വാസം എടുക്കാം. ഇടത്തേലൂടെ സാവധാനം എയറിനെ പുറത്തുവിടാം. ഇടത്തേലൂടെ എടുക്കുന്നു, വലത്തേലൂടെ പുറത്തുവിടാം. വലത്തേലൂടെ എടുക്കുന്നു, ആവർത്തിക്കാം. ഓക്കെ, റിലീസ് ആൻഡ് റിലാക്സ്. നന്നായിട്ട് വിശ്രമിക്കാം. നമ്മളെ ഈ ഏരിയ, സ്കള്ള ഏരിയ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്താണ്. ആ ഭാഗങ്ങൾക്ക് ശ്രദ്ധിച്ച് വളരെ സാവകാശം ശ്വസിക്കാം. ഓക്കെ, ഇനി നമ്മൾ ശശങ്കാസനത്തിലേക്ക് പോകുന്നു. സെയിം പോസ്റ്റർ തന്നെ, വജ്രാസനത്തിന്റെ പോസ്റ്റർ തന്നെ. കൈ നേരെ കാലിന്റെ മേലെ റെസ്റ്റ് ചെയ്യുന്നു. വളരെ സാവകാശം കൈകള് നേരെ ശ്വാസം വലിച്ചുകൊണ്ട് പോകാം. വളരെ സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് അപ്പർ കൂടി ബെൻഡ് ചെയ്യുന്നു. കൈവെള്ള കൈമുട്ട് വരെ നിലത്ത് ടച്ച് ചെയ്യാം. ബട്ടക്സ് പുറകുന്ന് പൊങ്ങാതെ നെറ്റി തറയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കാം. നോർമൽ ബ്രീത്തിങ്. സ്ലോലി ശ്വാസം എടുത്തുകൊണ്ട് അപ്പർ കൂടി പോകുന്നു. കൈകൾ പൊക്കാം. വളരെ സാവകാശം കൈകൾ റിലീസ് ചെയ്യാം. സുഖമായിട്ട് വിശ്രമിക്കാം. മുഖത്തെ പേശികൾ, തലയുടെ ഭാഗത്തെ പേശികൾ നന്നായി ശ്രദ്ധിച്ച് വളരെ സാവകാശം ശ്വസിക്കാം. അതൊക്കെ കാലുകൾ നിവർത്തി വെക്കാം.
സുഖമായി വിശ്രമിക്കാം. ഓക്കെ, നമ്മളൊന്ന് പുതിയത് നോട്ട് ചെയ്യുന്നു. പശ്ചിമോത്താനാസനം നിങ്ങൾക്ക് രാജപുരസ്കാരന്റെ ടെസ്റ്റിൽ എഴുതുന്നതാണ്. യോഗയുടെ ഭാഗത്ത് പ്രൊഫഷൻസി ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് പശ്ചിമോത്താസനം ചെയ്യുന്നുണ്ടാകും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. കാലുകളെല്ലാം ചേർത്ത് വെക്കുന്നു, കൈകൾ ഹിപ് ജോയിന്റ്സിനടുത്ത് നേരെ നിലത്തമർത്തി വെക്കുന്നു. ദെൻ കൈകൾ നേരെ ശ്വാസം വലിച്ചുകൊണ്ട് പോകാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നോട്ട് ശരീരം മെല്ലിക്കുന്നു. കാലിന്റെ തള്ളവിരൽ പിടിക്കുന്നു. ദെൻ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിയും മുട്ടുമായി ടച്ച് ചെയ്യും. സോ എക്സൈൽ ആവും. Inhale. Again, exhale down. Inhale. Exhale down. Inhale. Slowly release. Then relax. നന്നായി വിശ്രമിക്കാം. ഓക്കെ, നേരെ കമഴ്ന്ന് കിടക്കുന്നു. മകരാസന പൊസിഷൻ. ഇടത് കൈയുടെ മേലെ വലത് കൈ കയറ്റി വെക്കുന്നു. കാലുകൾ അല്പം അകറ്റി വെക്കാം. വിരൽ പുറത്തു വശത്തേക്കും ഉപ്പൂരി ഭാഗം ഉൾവശത്തേക്കുമായിട്ട് കാലൽപ്പം അകറ്റി വെക്കാം. നെറ്റി കൈ പടത്തിന് മേലെ റെസ്റ്റ് ചെയ്യാം. തല ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിച്ചു വെച്ച് ചെസ്റ്റെല്ലാം നിലത്ത് ടച്ച് ചെയ്ത് പൂർണ്ണമായും അഴിഞ്ഞ് വിശ്രമിക്കട്ടെ. അടുത്ത വശത്തേക്ക് പതുക്കെ ചരിച്ചു വെക്കാം. ഓക്കെ, കാലുകൾ ചേർത്ത് വെക്കുന്നു. ഭുജംഗാസനത്തിലേക്ക് പോവാനുണ്ട്. കൈകൾ നേരെ ചെസ്റ്റ് പോയിന്റിൽ ചേർത്ത് കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വെക്കാം. താടി നിലത്ത് ടച്ച് ചെയ്യട്ടെ. നെറ്റി നിലത്ത് ടച്ച് ചെയ്താൽ കുഴപ്പമില്ല. വളരെ സാവകാശം ശ്വാസം വലിച്ചുകൊണ്ട് പൂക്കൾ കൊടിയുള്ള അപ്പർ കൂടി പതുക്കെ പോകുന്നു. കഴുത്തിന്റെ ഭാഗം നന്നായിട്ട് വലിയട്ടെ. നേരെ മേലോട്ട് നോക്കാം. നോർമൽ ബ്രീത്തിങ്. സ്ലോലി എക്സൈൽ ആവും. ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക്. Again, inhale. Exhale down. Inhale. Exhale down. Slowly release and relax. നന്നായി വിശ്രമിക്കാം. അർദ്ധ ശലഭാസനം. കാലുകൾ ചേർത്ത് വെക്കാം. കൈകൾ നേരെ ഹിപ് ജോയിന്റ്സിനടുത്ത് ചേർത്ത് കമഴ്ത്തി വെക്കാം. വലത് കാലിൽ വളരെ സാവകാശം ശ്വാസം വലിച്ചുകൊണ്ട് പോകട്ടെ. സ്ലോലി എക്സൈൽ ഡൗൺ. ഇടത് കാലിൽ inhale up. Exhale down. Again, further inhale up. Exhale down. Inhale up. Exhale down. Again, further inhale up. Exhale down. 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 Inhale up. Exhale down.
exhale down, slowly release and relax. മകരാസനയിൽ വീണ്ടും വിശ്രമിക്കാം. ഓക്കെ, പതുക്കെ മലർന്നു കിടക്കാം. സുഖമായിട്ട് വിശ്രമിക്കാം. ഹൃദയിലേക്ക് പോകുന്നു. കാലുകൾ ചേർത്ത് വെക്കാം, കൈകൾ ജോയിൻസിനടുത്ത് ചേർത്ത് വെക്കാം. അർദ്ധ ഉത്താനപാദം 45 ഡിഗ്രി. നമ്മൾ നേരത്തെ കാല് പൊക്കിയതുപോലെ തന്നെ വലത്തെ കാല് മടങ്ങാതെ നേരെ ശ്വാസം വലിച്ചുകൊണ്ട് പൊക്കുന്നു. സ്ലോലി ഇൻഹേൽ. നോക്കിയാൽ നമ്മള് കാലുവിന്റെ വിരല് നഖങ്ങൾ മാത്രം കാണുന്ന രീതിയിൽ പൊക്കാം. ബ്രീത്തിങ് കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിങ്. വളരെ സാവകാശം ശ്വാസം വിട്ട് കാല് റിലീസ് ചെയ്യുന്നു. ദെൻ ഇടത്തെ കാല് സ്ലോലി ഇൻഹേൽ. Slowly exhale down. Again, വലത് കാല് slowly inhale. Exhale down. Again, ഇടത് കാല് inhale. Exhale down. Slowly release and relax. നന്നായിട്ട് വിശ്രമിക്കാം. ഓക്കെ, അടുത്തത് നൗകാസനം. കാലുകൾ ചേർത്ത് വെക്കാം, കൈകൾ ഹിപ് ജോയിൻസിനടുത്ത് കമഴ്ത്തി ചേർത്ത് വെക്കാം. നൗകയെ പോലെ തോണിയെ പോലെ ശരീരം നമ്മൾ പൊക്കുകയാണ്. ബട്ടക്സ് മാത്രം വെച്ച് ബാക്കിയുള്ള ശരീരഭാഗം എല്ലാം പൊങ്ങി തറയിൽ നിന്ന് 15 ഡിഗ്രി പൊങ്ങി നിൽക്കുന്നു. ഓക്കെ, ശ്വാസം വലിച്ചു കൊടുക്കണം. സ്ലോലി ഇൻഹേൽ. Exhale down. Inhale up. Exhale down. Again, ഒരിക്കൽ കൂടി inhale up. Exhale down. Slowly release and relax. വയറിന്റെ ഭാഗങ്ങൾ ശരിക്കും ഇളക്കി കൊടുക്കുക വേദനയിൽ പോകുന്നുണ്ടെങ്കിൽ. ദെൻ നന്നായിട്ട് വിശ്രമിക്കാം. ഒന്നുകൂടി നമുക്കൊന്ന് പുതിയത് ചെയ്യാം. അർദ്ധ പവനമുക്തം. അർദ്ധ പവനമുക്താസനമാണ് നമ്മൾ ചെയ്യുന്നത്. വലത് നമ്മൾ കിടക്കുന്നതിന് പോലെ തന്നെ നേരെ നിവർന്ന് കിടക്കാം. കൈകൾ ഹിപ് ജോയിൻസിനടുത്ത് ചേർത്ത് വെക്കാം. പതുക്കെ നമ്മൾ വലത് കാല് ശ്വാസം വലിച്ചു കൊടുക്കുന്നു. ദെൻ കാല് മടക്കി കൈകൊണ്ട് ചേർത്ത് പിടിക്കാം. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ മാക്സിമം അടുപ്പിക്കാം. നെറ്റി കാൽ മുട്ടുമായി ടച്ച് ചെയ്യാം. ഈ സമയം ഇടത് കാല് നേരെ നിവർന്നിരിക്കട്ടെ. നോർമൽ ബ്രീത്തിങ്. ദെൻ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് അപ്പർ ബോഡി റിലീസ് ചെയ്യാം. പതുക്കെ കൈ റിലീസ് ചെയ്ത് കാല് സാവധാനം താഴ്ത്താം. എഗെയിൻ ഇടതുവശം സ്ലോലി ഇൻഹേൽ. ചേർത്ത് പിടിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങാം.
Slowly exhale down. Release ചെയ്യുന്നു. Again, വലത് കാല്. Inhale up. Exhale down. പതുക്കെ കാല് റിലീസ് ചെയ്യുന്നു. ഇടത് കാല് again. Inhale up. Slowly exhale down. Release. And relax. നന്നായിട്ട് വിശ്രമിക്കാം.